ആരത് രാത്രി എന്ത് പരിപാടിയാണ്? ആരത് ആരത് എന്തിനാണ് പരിപാടി? എന്തിനാണ് പരിപാടി? കഞ്ചാവാന്നോ? ഒന്നുമില്ല സാറേ. ഒന്നുമില്ല. ഒന്നുമില്ല സാറേ. എന്തോ പരിപാടി ഉണ്ടോ? ഒന്നുമില്ല. സത്യം പറഞ്ഞോ? ഒന്നുമില്ല ഒന്ന് എത്ര സമയം എന്റെ വിചാരം? സാറേ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നതാണ്. കൊറേ സമയമല്ലേ നീ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ആടുന്നേട്ടല്ലേ നിന്നെ കാണുന്നു. എന്തിനാ പരിപാടി? സാറേ ഒന്നുമില്ല സാറേ. കഞ്ചാവാന്നോ? സാറേ ഒന്നുമില്ല. നീ കൊറേ നേരം ഇരിക്കുന്നു ഒറ്റക്കെന്ന് രാത്രി പരിപാടി? സാറേ, ഞാൻ ഇവിടെ എന്റെ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നയാ. അപ്പൊ അവരിന്ന് വന്നിട്ടില്ല. അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടിക്കുന്നയാ സാറേ. എന്നിട്ട് അവരെല്ലാം കൊടുത്തു? സാറേ, ഞാൻ പറഞ്ഞില്ലേ അവര് വന്നിട്ടില്ല. അവർ ഇന്നെന്തോ തിരക്കായതുകൊണ്ട് വന്നിട്ടില്ല. ഒറ്റക്ക് ഞാൻ കൊറേ നേരം ശ്രദ്ധിക്കുന്നു. പിന്നെ സാറേ, ഞങ്ങൾ ഇവിടെ കുറച്ച് ആൾക്കാർ ദിവസം ഇരിക്കലുണ്ട്. കാരണം രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചെത്താൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പിന്നെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഞങ്ങളത് പിന്നെ എന്നുകൊണ്ട് ഒരു കൂടി സംഗമം അത്രയേ ഉള്ളൂ. സ്ഥലം അത്ര നല്ലതല്ല സാറേ. അത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുന്നത്. എന്തിനീടി ഇരിക്കുന്നത്? അതിന്റെ ആ ചോദിക്കുന്നത് എന്തിനീടി ഇരിക്കുന്നു? സാറ് തന്നെ പറഞ്ഞ ചോദ്യത്തിന് തന്നെ ഉത്തരവുണ്ട്. ഈ സ്ഥലം അത്ര നല്ലതല്ല. പിന്നെ എന്തിനു എനിക്ക് വീട്ടിൽ കുത്തിയിട്ടുണ്ട്? എന്റെ പേരെന്ന്? എന്റെ പേര് പ്രിയശി. എവിടെ വീട്? ഓണക്കുന്നില്. ഓണക്കുന്നിലാടാ? ഓണക്കുന്നില് കുണിയപ്പോയി. അടിയിട്ട് ഞാൻ സാറേ എന്തിന്? സാറ് എന്തെങ്കിലും എന്റെ കയ്യിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കൊല്ലുന്ന കാലാണ്. സാറ് തന്നെ പറഞ്ഞു ഇവിടെ സ്ഥലം നല്ലതല്ല. ഇപ്പം തന്നെ വന്ന അച്ഛനമ്മയും കൊല്ലുന്ന കാലാണ്. ഞാൻ കഞ്ചാവ് എന്ന് പറഞ്ഞു. കാരണം ഒരു 10 ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇവിടെ നടക്കും. ഒരു 10 ആൾക്കാർ ഇവിടെ ഡെയിലി ഇരിക്കുന്നുണ്ടെങ്കിൽ ആരോട് ചൂടാവുന്ന എനിക്ക് ബോധമുണ്ട്. എനിക്ക് ആരോട് ചൂടാവുന്ന ഞാൻ സാറ് എന്നോട് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞ ചൂടാവുന്നല്ല. സാർ ഒന്ന് ചിന്തിക്ക്. ഒരു 10 ആൾക്കാർ ഇവിടെ ഡെയിലി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സാർ ഒന്നും വേണ്ട, ആ കാണുന്ന ട്യൂബ് ലൈറ്റ് കത്താത്ത എത്ര മാസമായി? ഈ ട്യൂബ് ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് അത് കത്തിക്കാൻ വേണ്ടിട്ട് പരാതി കൊടുക്കല്ലേ വേണ്ടി? അതന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ട്യൂബ് ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ പരാതി പറഞ്ഞപ്പോ പഞ്ചായത്തിന് ഫണ്ട് വന്നിട്ടില്ലാന്ന് പറഞ്ഞു. എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ മന്നേരം തന്നെ അവിടെ ട്യൂബ് ലൈറ്റ് കത്തിച്ച അവിടെ പിറ്റേന്ന് തന്നെ ട്യൂബ് ലൈറ്റ് കത്തും. അതിന്റെ കത്തിക്കല്ലേ വേണ്ട സാർ? അന്നേരം കത്തുന്നത് ഇപ്പം കത്തിക്കഴിഞ്ഞാൽ ഒരു അപകടം ഒഴിവായില്ലേ? അപകടം വന്നിട്ട് ചെയ്യുന്നതിന് എന്ത് കാര്യം? വരാതിരിക്കാനല്ലേ നമ്മൾ. അതെ, നമ്മളൊക്കെ വളർന്നത് ഇവിടുത്തെ രാമാട്ടനും കൃഷ്ണാട്ടനും ചന്ദ്രാട്ടനും രജീവണ്ണനും ഒക്കെ രാത്രി കാലങ്ങളിൽ ഇരുന്നിട്ടും തമാശ പറഞ്ഞിട്ടും ഒക്കെ വളർന്നത് കണ്ടിട്ടാണ് നമ്മളും വളർന്നത്. കാരണം ഒരു 2000-2010 കാലഘട്ടം വരെ ഈ നാട് ഇങ്ങനെയല്ല ഉണ്ടായത്. കാരണം അറിയോ, എൻ്റെ വീട്ടിലെടുത്ത് സന്ധ്യാസമയത്ത് പണിയെടുത്തിട്ട് വന്ന ഏട്ടന്മാർ അവിടെ കടത്തെണ്ണയിലും മറ്റിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ കമ്പ വലിക്കും. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ എന്തുണ്ട് കാര്യം? അവിടെ ഒരു കൂടി സംഗമമുണ്ട്. ഇന്ന് അതുണ്ടോ സാറേ? അന്നത്തെ കാലഘട്ടത്തിൽ രാത്രി ഒരാൾ വഴി പിന്നെ തെറ്റിക്കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ട്. ഇന്ന് ഞാനൊരു കാര്യം ചോദിക്കുന്നു. സാറിന്റെ മോളാണ്, സാറിന്റെ വീട്ടിലെ തൊട്ടടുത്തേക്ക് കൂടെ രാത്രിക്ക് പറഞ്ഞേക്കാൻ സാറിന് ധൈര്യമുണ്ട്? എന്താ സാറേ? ഇല്ല, ഒരു പോലീസുകാരനും ഇല്ല. പോലീസുകാരനായിട്ട് പോയിട്ട് സാധാരണക്കാരനും ഇല്ല. സാറിന് തന്നെ ഇപ്പൊ അറിയാം, ഒരു കഞ്ചാവിന്റെ മാഫിയയിൽ പോയി കഴിഞ്ഞാൽ സാറിന്റെ ജീവൻ എന്തായിരിക്കും? നിങ്ങൾ തന്നെ എത്ര കണ്ടാണ്? ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾ പറയുന്നു കഞ്ചാവ് ഈ മയക്കുമരുന്ന് പ്രതിരോധിക്കണം. ഈ കേരളത്തിലെ ഉന്നതന്മാരറിയാം ഈ സാധനം ഈ കേരളത്തിൽ. സാറേ നിങ്ങൾ പറ, നിങ്ങൾ ഞങ്ങളെ പോലെ പാവങ്ങളുടെ നെഞ്ചത്ത് കയറി കളിക്കുന്നതിന് പകരം ഒന്ന് അന്വേഷണം ഊർജിതമാക്കിയിട്ട്
ഈ നാട്ടിൽ കഞ്ചാവും മയക്കുമരുന്ന് ഇറക്കുന്ന മാഫിയെ തടയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കൊച്ചു കേരളത്തിലെ മാത്രമല്ല ഈ ഇന്ത്യയിൽ തന്നെയുള്ള യുവജനങ്ങള്, കൊച്ചു കുട്ടികള്, പെൺകുട്ടികള് ഇന്ന് നല്ല രീതിയിൽ പോകേണ്ടവരടക്കം ഇതിനടിമയായി പോയിട്ടുണ്ട്. അതിനടിമയാക്കിയത് ആരാണ്? ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇല്ല. ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന സമൂഹം തന്നെ അവരെങ്ങനെയാക്കിയ. എന്തിന് സാറേ വീട്ടിൽ തന്നെ ഇരിക്കണം? രാത്രി കുറച്ച് എന്തിന്? സാറിന്റെ വീട്ടിലെ തൊട്ട് അപ്പുറത്തുള്ള വീട്ടിലെ ഒരു ആളെ പോലും സാറിന്റെ മകൾക്ക് അറിയില്ല. അറിയോ? സാറിന്റെ ചെറുപ്പകാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഇന്ന് സാറിന് മോള് വന്നു, സാർ അവർക്ക് ഒരു ഫോൺ വാങ്ങിക്കൊടുത്തു, ലോകം അതായി. മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തതിന് കുറ്റം എന്നല്ല പറയുന്നത്. നല്ല കാര്യങ്ങളും ചെയ്യാനുണ്ട്, പഠിക്കാനും എളുപ്പത്തിന് എല്ലാ കാര്യത്തിനും ഉണ്ട്. പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് രക്ഷിതാക്കൾക്ക് നോക്കാൻ സമയമില്ല. കാലത്തിന്റെ പോക്ക്. കുട്ടികളെ ആണെങ്കിൽ രാവിലെ 7 മണിക്ക് സ്കൂളിൽ പറഞ്ഞേച്ചവര് വൈകുന്നേരം 6 മണിയാകും വരാൻ വേണ്ടി വരും. അവരുടെ പഠന ലോകം എന്ന് പറഞ്ഞിട്ട് അവരെപ്പോഴും ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? ഇല്ല. ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ മനസ്സിലെ വിഷമങ്ങളും കാര്യങ്ങളും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം നോക്കണം, അവർ മറ്റുള്ളവരെ തേടി പോവില്ല. ചെറിയ കുട്ടികൾ കഴിക്കുന്ന മിഠായികളിൽ വരെ ഈ സാധനം വരുന്നത്. കേരള സർക്കാർ എത്ര പ്രാവശ്യം എങ്ങനെയെല്ലാം രീതിയിൽ പരസ്യങ്ങൾ ഇറക്കി. സാറിന് പറയാൻ പറ്റും, ഉന്നതരുടെ അറിവോ സമ്മതോ ഇല്ലാതെ ഈ സാധനം ഇവിടെ വരുന്നില്ല. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ സാറിന് ഒരു ദിവസം ഈ യൂണിഫോമിന്റെ നക്ഷത്രത്തിന്റെ ബലം എന്താണെന്ന് കാണിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ഉന്നതനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ സാർ അത് നല്ല രീതിയിൽ ചെയ്യും. സാറിനൊരായുഷ്കാലം കിട്ടുന്ന പവറും ശക്തിയും ഒരു ബഹുമാനം ഒരു ദിവസം കൊണ്ട് ഈ കേരള ജനത തരും. ആര് സസ്പെൻഷൻ ചെയ്താലും ആര് ഡിസ്മിസ് ചെയ്താലും സാറെന്ന വ്യക്തിയെ ഈ കേരള ജനത പോകും. പക്ഷെ സാറ് ചെയ്യില്ല. കാരണം സാറിന് ശമ്പളം വേണം, പെൻഷൻ വേണം, സാറിന്റെ വീട് നോക്കണം. സാറേ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. സാറിട്ട യൂണിഫോമിന്റെ തോളത്തുള്ള നക്ഷത്രത്തിന്റെ ബലം എന്താണെന്ന് കാണിച്ചു കൊടുക്കുക വേണ്ടത്, അല്ലാതെ പാവങ്ങളുടെ നെഞ്ചത്ത് കയറി കളിക്കല്ല വേണ്ടത്. സാറേ, സത്യവും നീതിയും ബോധവുമുള്ള ഒരുത്തനാണെങ്കിൽ സാറ് ഞാൻ ഈ പറഞ്ഞ വാക്ക് സാറിന്റെ സാകടം കൂടി നിയമത്തെ സംരക്ഷിക്കണം. നിരപരാധികളെ ശിക്ഷിക്കണം. 1000 അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധികളും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന ആ തത്വം വെച്ച് സാറിന് ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ഉന്നതരെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതാണ് പോലീസ്.